പീഡനക്കേസിൽ ഗൂഢാലോചനയുണ്ടെന്ന പരാതിയിൽ നടൻ നിവിൻ പോളിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. DGPക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനും നൽകിയ പരാതിയിലാണ് നിവിൻ പോളിയുടെ മൊഴിയെടുക്കുക. പരാതി DYSP തസ്തികയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുകയും ചെയ്യും. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് നിതിൻ അംബുജൻ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ നടൻ നിവിൻ പോളിക്കെതിരെയും പീഡന ആരോപണം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ പീഡന പരാതി വ്യാജമാണെന്ന ഒരു വിവരമാണ് നിവിൻ പോളി പങ്കുവയ്ക്കുന്നത്. ഇത് സൂചിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും DGPക്കും കഴിഞ്ഞ ദിവസം നിവിൻ പോളി പരാതി നൽകിയിരുന്നു. ചില തെളിവുകളും നിവിൻ പോളി ഹാജരാക്കിയിട്ടുണ്ട്. പീഡനം നടന്നുവെന്ന് പരാതിക്കാരി പറയുന്ന ദിവസം താൻ കേരളത്തിലെ സിനിമ ഷൂട്ടിംഗിലായിരുന്നു എന്നാണ് നിവിൻ പോളി വ്യക്തമാക്കിയത്. അത് പരാതിക്കൊപ്പം നിവിൻ പോളി ചില തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരി പറയുന്നത് ദുബായിൽ വെച്ചുകൊണ്ട് പീഡിപ്പിച്ചു എന്നാണ്. പക്ഷേ ഈ പീഡനം നടന്നു എന്ന് പരാതിക്കാരി പറയുന്ന ദിവസം താൻ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നും ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ പാസ്പോർട്ടിന്റെ പകർപ്പും നിവിൻ പോളി ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. എന്തായാലും ഇതിലടക്കം ഒരു വിശദമായ അന്വേഷണം തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ നിവിൻ പോളിയുടെ മൊഴി രേഖപ്പെടുത്താൻ ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. DYSPയുടെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാകും നിവിൻ പോളിയുടെ മൊഴി രേഖപ്പെടുത്തുക. അതിനുശേഷം മാത്രമേ ഒരു അന്തിമ നടപടിയിലേക്ക് എന്തായാലും അന്വേഷണ സംഘം കടക്കുകയുള്ളൂ. പരാതിക്കാരിയുടെ പരാതിയിൽ നേരത്തെ തന്നെ ചില പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് മൊഴിയിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു. കാരണം 2 മാസം മുൻപ് ഇത്തരമൊരു പരാതി നൽകിയിരുന്നു. അന്ന് വിശദമായി തന്നെ പോലീസ് അന്വേഷിച്ചു. പക്ഷേ ആ മൊഴിയിൽ ചില പൊരുത്തക്കേട് കണ്ടതിനെ തുടർന്നാണ് പിന്നീട് കേസുമായി മുന്നോട്ട് പോകുന്നതിൽ ചില നടപടികൾ പോലീസ് സ്വീകരിക്കാതിരുന്നത്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘത്തെ മുമ്പാകെ കണ്ടുകൊണ്ട് പരാതിക്കാരി വീണ്ടും മൊഴി നൽകുകയാണ്.